ആലപ്പുഴ സമ്മേളനത്തിലാണ് പിണറായി വിജയൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത്. അന്ന് പൊതുസമ്മേളനം നടന്നത് EMS സ്റ്റേഡിയത്തിലായിരുന്നു. പതിനായിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന EMS സ്റ്റേഡിയത്തിൽ വെച്ച് വേണമെങ്കിൽ ആലപ്പുഴയിലെയോ അമ്പലപ്പുഴയിലെയോ നവകേരള സദസ്സ് നടത്താമായിരുന്നു. പക്ഷേ ചെയ്തില്ല. കാര്യമെന്തെന്ന് ദൃശ്യങ്ങൾ പറയും. കേരള സദസ്സ് നടത്തിയാൽ ഈ സ്റ്റേഡിയത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കുമെന്നുള്ളതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് അവർ വരാതെ മറ്റു സ്ഥലം തേടിപ്പോയത്. കുറ്റിക്കാട്ടിലല്ല, EMS സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിലാണ്. ഇതേപോലെ പലയിടത്തും കാട് കയറിയിട്ടുണ്ട്. നമുക്ക് ആലപ്പുഴക്കാർക്ക് ഏറ്റവും സ്വപ്നമായ ഒരു സ്റ്റേഡിയമായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഒരു വിഷമമുണ്ട്. നല്ല രീതിയിൽ പുനഃസ്ഥാപിച്ച് കാണാൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ആഗ്രഹമുണ്ട്. പണിതിട്ടും പണി തീർന്നിട്ടില്ല. ഒടുവിൽ പണി തുടങ്ങിയത് ഫെബ്രുവരി മാസത്തിലാണ്. EMS സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരം സംഘടിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. നിലവിലെ അവസ്ഥയിൽ ഫുട്ബോൾ പോയിട്ട് ഒന്ന് ഓടിക്കളിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഉണ്ടാകുമെന്ന് ഇരിക്കുക. ഞങ്ങളും പ്രതീക്ഷയിൽ നിൽക്കുക. എന്നിട്ട് വേണം ഒരു നല്ലൊരു 11 കളിയും നല്ലൊരു അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എപ്പോൾ നടത്താനും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ തയ്യാറുമാണ്. മുഖ്യമന്ത്രിയുടെ പാദസ്പർശത്തേക്കാൾ EMS സ്റ്റേഡിയത്തിന് ആവശ്യം ചുവപ്പ് നാട അഴിക്കാനുള്ള കരസ്പർശവും സ്റ്റേഡിയം ഇങ്ങനാക്കിയവരെ ശിക്ഷിക്കാനുള്ള ഇടപെടലുമാണ്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.